ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സൺഡേ വാങ്ങിക്കൊണ്ട് വന്ന ബീഫ് ബിരിയാണിയും പോർക്ക് ഫ്രൈയും ഒക്കെ തീർന്നു കേട്ടോ. എന്തായാലും വെനസ്ഡേ വരെ കൊണ്ടുപോയി സൺഡേ വാങ്ങിയ സാധനമാണ്. എന്തായാലും ലാഭമായി. ഭാഗ്യത്തിന് ഞാൻ എന്തായാലും ഫിലിപ്പിൻ സ്റ്റോറിൽ നിന്ന് 2 നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് പട്ടിണി കിടക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ രാവിലെ ബ്രെഡാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ ഓർത്തത് ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ വിചാരിച്ചു ഇന്ന് നൂഡിൽസ് ആകാമെന്ന്. അപ്പോൾ ഫിലിപ്പിൻ സ്റ്റോറിലെ നൂഡിൽസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന നൂഡിൽസ് ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അന്ന് ടൊമാറ്റോ ചേർത്തിരുന്നു. അപ്പോൾ ഇന്നും ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് ഓയിലാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ചെടുത്ത് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തു. കടുക് വറ. നല്ല തണുപ്പാണ് കേട്ടോ. ഹീറ്ററൊക്കെ ഓണാണെങ്കിൽ നല്ല തണുപ്പ്. 11:30 ആയിട്ടും പുറത്തൊക്കെ കണ്ടില്ലേ, ഒരു വെയിലൊന്നുമില്ല, വെളിച്ചവും വെട്ടമൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് എടുത്തിട്ടു. എന്നെക്കാളും വലിയൊരു നൂഡിൽസ് ആയിരുന്നു. സാധാരണ ഞാൻ വാങ്ങിക്കുന്നതിലൊക്കെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഒരു ഓയിലും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി. ഓൾറെഡി ഞാൻ അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ കൂടെ കിട്ടിയതല്ലേ എന്ന് എഴുതി അതും ഇട്ടു. അതിനകത്തൊരു ഇത് തുറന്നപ്പോൾ കിട്ടിയതാണ്. എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും ഇട്ടേക്കാം. അങ്ങനെ 3ാമത്തെ പാക്കറ്റും കൂടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ വാങ്ങിച്ചതിൽ ഒരു ലിക്വിഡ് പരുവത്തിലുള്ള ഒരു സോസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ കിട്ടിയത് പൗഡർ ടൈപ്പാണ്. പക്ഷെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. കഴിഞ്ഞ തവണ കുറേ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല എരിവായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കുറച്ചിട്ട് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആദ്യം എനിക്ക് ഒരു ടേസ്റ്റും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് കുറച്ചും കൂടി കഴിച്ച് നോക്കി. അപ്പം നല്ല പുളിയായിരുന്നു കേട്ടോ. ടൊമാറ്റോയുടെ പുളിയാണോ അതോ ആ പൗഡറിൽ നിന്നുള്ള പുളിയാണോ എന്നൊന്നും എനിക്ക് പിടി കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അങ്ങ് ഇട്ടേക്കാം. എരിവൊന്നുമില്ല, അതുകൊണ്ട് ഫുള്ള് ഞാനങ്ങ് തട്ടി. എന്നിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനും പുളിയുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ടൊമാറ്റോ ഇട്ട് എല്ലാം കൂടി ജഗബോഗയായ ലക്ഷണമാണ്. എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ കഴിച്ചേ പറ്റൂ. വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഗൈസ് എൻ്റെ കണ്ണിൽ അത് പെട്ടത്. അമ്മച്ചിയാണെങ്കിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഈ സംഭവം ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2-3 എണ്ണമൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അന്യായ ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. കഴിഞ്ഞ തവണ ജോലി ചെയ്ത സ്ഥലത്താണെങ്കിൽ ഇത് അവർ ചുട്ടായിരുന്നു കഴിക്കുന്നത്. അതിനത്ര ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പം പുള്ളിക്കാരി വെള്ളമൊക്കെ ഒഴിച്ച് പുഴുങ്ങിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. മുറിച്ചാലും മുറിയത്തുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും 2 തവണ കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ തന്നെ എനിക്കിനിയും ബാക്കി ഇരിപ്പുണ്ട്. ഇനി അത് വൈകിട്ട് കഴിക്കാം. അങ്ങനെ കുറേ ഇങ്ങനെ എടുത്തൊക്കെ നോക്കിയിട്ടും ഇതിൻ്റെ ഭയങ്കര ലെങ്താണ് അതിന്. അതങ്ങോട്ട് മുറിഞ്ഞ് വരുന്നതുമില്ല. എന്തായാലും കഷ്ടപ്പെട്ട് കുറച്ച് പ്ലേറ്റിലാക്കി. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ, കാര്യമായിട്ട് തന്നെ അങ്ങ് തട്ടാമെന്ന് വിചാരിച്ചു. ഇത് പക്ഷെ വരണ്ടേ, കുറേ നേരം കൊണ്ട് ഞാനിങ്ങനെ കോരി എടുക്കുക. സ്പൂണിൽ നിന്ന് അതങ്ങ് ഒഴുകി പോവുക കേട്ടോ. ഇതിൻ്റെ നീളം നോക്കിയേ, ചൈന മതിൽ പോലുണ്ട്. അത്രയ്ക്ക് നീളമാണ്. എന്തായാലും ഇനി കഴിച്ചു തുടങ്ങാം. എൻ്റെ ഒരു ഇത് നോക്കിയേ, ഞാൻ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരാൻ നോക്കുവാണെങ്കിൽ അത് തെന്നി താഴെ വീഴും. അപ്പോഴാണ് ഞാൻ ഓർത്തത് പോർക്ക് എടുക്കാമെന്ന്. എനിക്ക് മാത്രമേ കാര്യം നടക്കൂ, അല്ലെങ്കിൽ ഇന്ന് കഴിപ്പൊന്നും നടക്കത്തില്ല. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ലെങ്താണ് മനസ്സിലാവാത്തത്. ഇത് എങ്ങനെ കഴിക്കും? പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കുന്ന ഇപ്പിയും മാഗിയൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ സ്മൂത്തി ആയിട്ട് ഇങ്ങനെ വരില്ല. പക്ഷേ ഇത് കൊള്ളാം. ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചതിനേക്കാളും നല്ല വേറൊരു വെറൈറ്റി ഒരു ഐറ്റം ആയിരുന്നു ഇത്. കൊള്ളാം. പക്ഷേ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര കൊള്ളില്ലെങ്കിലും ഇപ്പം കൊള്ളാം കേട്ടോ. എല്ലാം കൂടി മിക്സായി കുക്കായി വന്നപ്പോഴത്തേക്ക് ടേസ്റ്റുണ്ട്, കുഴപ്പമില്ല. പിന്നെ ചില ആഹാര സാധനങ്ങളൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റിലെത്തുന്നത്. അതുപോലായിരുന്നു ഈ നൂഡിൽസിൻ്റെ കാര്യവും കേട്ടോ. പിന്നെ ഒരു തീറ്റയായിരുന്നു, 1.5 തീറ്റ. എന്തായാലും ഫുള്ളും തീർത്തേ പറ്റൂ. കളയാൻ മനസ്സൊരുന്നില്ല കേട്ടോ. നല്ല ശക്കല കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് കൊള്ളാത്തോണ്ടൊന്നുമല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ എരിവൊന്നുമില്ല.
പുളിയും ചെറിയ ഉപ്പും ഒക്കെ ആയിട്ട് പുളിയായിരുന്നു. നിങ്ങളാരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യൂ കേട്ടോ. ഫിലിപ്പീൻ സ്റ്റോറിലുണ്ട് ജെറുസലേം. എല്ലാവരും വാങ്ങി കഴിക്കൂ. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നും കുക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ല, ഇടയ്ക്കൊക്കെ ലൈറ്റായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. നാട്ടിൽ പോകുമ്പം കുട്ടികൾക്ക് കുറച്ച് വാങ്ങിക്കൊണ്ട് പോകണം ഇവിടുത്തെ നൂഡിൽസൊക്കെ. അവിടെ കിട്ടാത്ത കുറേ വെറൈറ്റി നൂഡിൽസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഒരു ജ്യൂസോടുകൂടി തീരുകയാണ്. ബൈ.